പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യത്തിലൂടെ തൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി നമ്മളിലേക്ക് ഒഴുകുകയാണ്. ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്നിരിക്കുവാൻ, ജീവിതത്തിൽ നമ്മുടെ ഓരോ കുരിശുകളും എടുത്തുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുവാനുള്ള വലിയ വിളി ഈ നിമിഷങ്ങളിൽ കർത്താവ് നമുക്ക് നൽകുകയാണ്. സഹനത്തിലൂടെ, പീഡകളിലൂടെ, കുരിശിലൂടെ കർത്താവ് നമ്മെ രക്ഷിച്ചു. ആ പീഡാസഹനങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുണയെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം. ഓരോ നിമിഷവും കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കരുണാമയനായ ദൈവത്തെ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പൊന്നു തമ്പുരാനെ, നമുക്കിപ്പോൾ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഈശോയെ നന്ദി. ഈശോയുടെ സഹനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഒരുപാട് സഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിത കുരിശുകൾ ഏറ്റെടുത്ത് എന്നെ അനുഗമിക്കുക എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവ് കുരിശിൽ മരിച്ച് എന്നെ രക്ഷിച്ചു എന്ന വലിയ ബോധ്യത്തോടു കൂടിയായിരിക്കണം സഹനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത്. കർത്താവ് കുരിശിൽ ചിന്തിയ ഓരോ രക്തത്തുള്ളിയും എൻ്റെ ജീവിതത്തിന് ശക്തിയായി മാറി. അവൻ എനിക്കായി ചിന്തിയ രക്തത്തിലൂടെ ഇന്നും അവൻ എന്നെ കഴുകി വിശുദ്ധീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹനങ്ങളിലൂടെ, വേദനകളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സഹനത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ട്, കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഒരു കാര്യം പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം, നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സഹനവും ദൈവം നമുക്ക് നൽകുകയില്ല. കർത്താവിൻ്റെ സഹനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് സഹിക്കുവാനുള്ള വലിയ ശക്തി കിട്ടും. സഹനത്തിൻ്റെ മഹത്വം എന്തെന്ന് മനസ്സിലാക്കുവാനുള്ള വലിയ കഴിവും ദൈവിക ജ്ഞാനവും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളെല്ലാം ഏറ്റെടുക്കുവാനുള്ള ശക്തിയും കഴിവും ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സഹനവും ഏറ്റെടുത്തുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, അമ്മ ത്രേസ്യ പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തവർക്ക് മാത്രമാണ് സഹനങ്ങൾ നൽകുന്നത്. സഹനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതൊരു വിളിയായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. തൻ്റെ സ്നേഹം കർത്താവ് കാണിച്ചു തന്നത് ഗാഗുൽത്താ മലയുടെ മുകളിൽ അവൻ ചിന്തിയ രക്തത്തിലൂടെയും അവൻ സഹിച്ച പീഡകളിലൂടെയുമായിരുന്നു. എന്നെ വിശുദ്ധീകരിക്കുവാൻ, എന്നെ ചേർത്ത് പിടിക്കുവാൻ, എന്നോടുള്ള സ്നേഹത്താൽ പുതിയൊരു വിളി സഹനത്തിലൂടെ അവൻ എനിക്ക് നൽകുന്നു എന്ന് ചിന്തിക്കുവാൻ സാധിക്കുമെങ്കിൽ സഹനങ്ങൾ ജീവിത വിളിയായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. വിശുദ്ധ ഫൗസ്റ്റീന പറയുകയാണ്, എന്ന് ഞാൻ സഹനത്തെ സ്നേഹിക്കുവാൻ തുടങ്ങിയോ അന്ന് അത് സഹനമല്ലാതെ സ്നേഹമായി മാറി എന്ന്. കുരിശിൽ ഈശോ
നടത്തിയ ഓരോ സഹനവും, കുരിശിൽ ഈശോ ചിന്തിയ ഓരോ രക്തത്തുള്ളിയും അത് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ മഹനീയമായ ചിഹ്നങ്ങളായിരുന്നു. നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട്, സ്നേഹത്തിനു വേണ്ടി മരിച്ചുകൊണ്ട് കർത്താവ് നമ്മയൊക്കെ അവൻ്റെ സ്നേഹിതരുടെ കൂട്ടത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സഹനങ്ങളെ നമുക്ക് കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ അത് സഹിക്കുവാൻ, വേദനകൾ ഏറ്റെടുക്കുവാൻ, കർത്താവിനോട് കൂടി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാനായിട്ടാണ് നൽകുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൻ്റെ ചില ഇടവേളകളിൽ ഈശോയിൽ നിന്ന് അകന്നു പോയിട്ട് ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്ത് കർത്താവിനെതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധിയില്ലാത്ത ഒരു ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ടാവാം. സഹനങ്ങളിലൂടെ ഈശോ നമ്മളെ ശുദ്ധീകരിക്കുന്നു. സഹനത്തിലൂടെ കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധിയുടെ വലിയ മേഖലകളിലേക്ക് കർത്താവ് നമ്മളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. അങ്ങനെ സഹനത്തിലൂടെ നാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, സഹനത്തിലൂടെ നാം വിശുദ്ധിയുടെ വലിയ വലിയ പടവുകൾ കയറി നാം മുന്നോട്ട് കടന്നു വരുമ്പോൾ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ നമുക്ക് വേണ്ടി ഈശോ തുറന്നിടുകയാണ്. സഹനം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് കരുതിക്കൊണ്ട് കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കുമ്പോൾ സ്വർഗ കവാടങ്ങൾ, പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി തുറന്നു തരികയാണ് കുരിശിൽ മരിച്ച നമ്മുടെ പ്രിയ തമ്പുരാൻ. സ്വർഗത്തിലേക്ക് കയറി വരുവാനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് സഹനങ്ങളെന്ന് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സഹനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ശുദ്ധീകരണാഗ്നിയെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് നമ്മൾ എത്രമാത്രം കാലഘട്ടങ്ങൾ കഴിയണമെന്നുണ്ടായിരുന്നോ അതിൻ്റെയൊക്കെ ദൈർഘ്യം കുറയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൽ നാം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നടന്നുപോയ വഴികളുടെ ഫലമായിട്ട് ഒരുപാട് കാലങ്ങൾ കഴിയേണ്ടിയിരുന്നുവെങ്കിലും ഈ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, സഹനം ജീവിതത്തിൻ്റെ ഭാഗമായി സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നാം സഹിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലെ സമയം, അതിൻ്റെ ദൈർഘ്യമൊക്കെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. നമ്മൾ സഹിക്കുമ്പോൾ, സഹനം ജീവിതത്തിൻ്റെ വിളിയായിട്ട് ഹൃദയത്തോട് ചേർത്ത് വെച്ച് സഹിക്കുമ്പോൾ നമ്മുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നമ്മളും പരിപൂർണതയിലേക്ക് നയിക്കപ്പെടും. ദൈവപിതാവ് എത്രമാത്രം പരിപൂർണനായിരുന്നോ ആ പരിപൂർണതയിലേക്ക് ഈശോ നടന്നെടുത്തത് കുരിശു മരണത്തിലൂടെയും അതിലൂടെ അവൻ നടത്തിയ വലിയ സഹനത്തിൻ്റെ ജീവിതത്തിലൂടെയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പരിപൂർണതയിലേക്ക് കടന്നു വരുന്നത്, പിതാവിന് അനുരൂപരായി മാറുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിത കുരിശുകൾ ഏറ്റെടുത്തുകൊണ്ട്, സഹനങ്ങൾ സഹിച്ചുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുമ്പോഴാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ സ്വാധീന മേഖലകളിൽ നിന്ന് വലിയ വിടുതൽ പ്രാപിക്കുകയാണ് നാം സഹിക്കുമ്പോൾ. സഹനം പാപത്തെയും പാപ സാഹചര്യങ്ങളെയും നമ്മിൽ നിന്ന് അകറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് സഹിക്കുവാനുള്ള വലിയ പ്രചോദനങ്ങളായിട്ട് മാറുകയാണ്. ഈ ലോകത്തിൽ നിന്നും ഈ ലോക വസ്തുക്കളിൽ നിന്നുമൊക്കെ മുഖം തിരിക്കുവാനുള്ള വലിയ ശക്തി നമ്മുടെ സഹനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യും. സൃഷ്ടവസ്തുക്കളിൽ നിന്ന് കണ്ണെടുത്തുകൊണ്ട് സൃഷ്ടാവിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനുള്ള വലിയ ആത്മാവിൻ്റെ പ്രചോദനമുണ്ടാകുന്നത്, പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം സഹനങ്ങളെ വലിയ വിളിയായിട്ട് ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടി ഏറ്റെടുക്കുമ്പോഴാണ് നാം ദൈവീക പദ്ധതിയെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട്
ക്രിസ്തു ശിഷ്യത്വത്തിലേക്ക് നടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, സഹിക്കുമ്പോൾ, സഹനമൊരു വിളിയായിട്ട് കാണുമ്പോൾ, സഹിച്ചുകൊണ്ട് സഹനത്തിലൂടെ എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിനെ അനുധാപനം ചെയ്യുമ്പോൾ, അങ്ങനെ ഞാൻ സഹിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ ദൈവീക ജ്ഞാനത്തിൻ്റെ പാതകളിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. ദൈവത്തിൻ്റെ വലിയ വെളിപാടുകൾ സഹനത്തിലൂടെ കർത്താവ് എനിക്ക് കാണിച്ചു തരും. ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനത്തിലൂടെ സ്വർഗീയ ദർശനങ്ങൾ ദൈവം നമുക്ക് നൽകും. സഹനത്തെ ഏറ്റെടുക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ നിമിഷം നമ്മുടെ സഹനങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധ കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു ദൈവിക ആശ്രയത്തിലേക്ക് പ്രിയമുള്ളവരെ നമുക്ക് കടന്നു വരാം. കുരിശിൽ മരിച്ച് മരണത്തെ ജയിച്ചവനായ കർത്താവ് എൻ്റെ സഹനങ്ങളെ ഏറ്റെടുക്കുമെന്ന ആ വലിയ ദൈവിക ആശ്രയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ നിത്യതയെ പറ്റിയും മരണത്തെ പറ്റിയുമൊക്കെ ചിന്തിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ സഹായകമാകാറുണ്ട്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ മാത്രം, ഈ ലോകത്തിൽ മാത്രം അവസാനിക്കുന്നതല്ല. നമ്മുടെ വിളി എന്ന് പറയുന്നത് സ്വർഗത്തില്, നിത്യതയില്, അത് മരണത്തിന് ശേഷവുമുള്ള വലിയ ദൈവവുമായിട്ട് ഒന്നായി ചേരുന്നൊരു അനുഭവമാണ്. ആ വലിയ അനുഭവത്തിലേക്ക്, മരണത്തെ അതിജീവിക്കുന്ന നിത്യതയുടെ ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്നത് പലപ്പോഴും സഹനം ഞാൻ എത്രമാത്രം സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും എത്രമാത്രം ആത്മാർത്ഥതയോടും കൂടി ഏറ്റെടുക്കുന്നു, കുരിശിനെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിലൂടെയാണ്. അതിലൂടെ കർത്താവ് എൻ്റെ ആത്മാവിനും എൻ്റെ മനസ്സിനും കരുത്ത് പകർന്നുകൊണ്ട് വലിയൊരു ആത്മീയ പക്വതയിലേക്ക് എന്നെ നയിക്കും. ഈശോയെ അറിയുന്ന ആത്മീയ പക്വത, ഈശോയോടൊപ്പമായിരിക്കുന്ന ആത്മീയ പക്വത, ദൈവിക സാന്നിധ്യത്തിലായിരിക്കുന്ന വലിയൊരു ആത്മീയമായ നിറവിൽ ജീവിക്കുന്ന ഒരാത്മീയ പക്വത എനിക്ക് എൻ്റെ ഈശോ, ഞാനല്ല ജീവിക്കുന്നത്, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്ന എന്ന ആ വലിയ ആത്മീയ പരിവർത്തനത്തിൻ്റെ വലിയ ആത്മീയ പക്വതയിലേക്ക് പ്രിയമുള്ളവരെ സഹനങ്ങൾ നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ്. ഈശോയുടെ സഹനത്തിലൂടെ സ്വർഗ കവാടങ്ങൾ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടുവെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടിയുള്ള സഹനങ്ങൾ ആ സ്വർഗരാജ്യത്തിന് നമ്മളെ അർഹരാക്കി തീർക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ കരുണയുടെ ഈ തിരുമണിക്കൂറിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയും സ്നേഹവുമൊക്കെ നമ്മൾ യാചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, കർത്താവിൻ്റെ ആ വലിയ സഹനങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് വിചിന്തനം ചെയ്യാം. എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സ്നേഹത്തോടുകൂടി സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, അതിൻ്റെ വിളിയായിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ, കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള വലിയൊരു വിളിയായിട്ട് സഹനങ്ങൾ എൻ്റെ ജീവിതത്തിൽ കണ്ടെത്തുവാനൊക്കെ എനിക്ക് സാധിക്കുമോ? നമ്മുടെ സഹനങ്ങളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കായിരിക്കാം. ഈ നിമിഷങ്ങളിൽ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മളോടൊപ്പമായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സകലരുടെയും ജീവിതത്തെ നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓൺലൈനിലായിരുന്നു കൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കുന്നവരുടെ ജീവിതം കർത്താവ് ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ രോഗികളുണ്ടാവാം, വേദനകളുള്ളവരുണ്ടാവാം, ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ നട്ടം തിരിഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ എങ്ങനെ നേടുമെന്നറിയാതെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത വിധം ജീവിത പ്രശ്നങ്ങളിൽ പെട്ടുപോകുന്നവരുണ്ടാകാം. അവരിലേക്കെല്ലാം കർത്താവിൻ്റെ കരുണയൊഴുകട്ടെ, രോഗസൗഖ്യങ്ങൾ കടന്നു വരട്ടെ, ജീവിത പ്രശ്നങ്ങളെ നേടുവാനുള്ള വലിയ ശക്തി കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ അഭിഷേകം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാപന ആശീർവാദത്തിലേക്ക് നമുക്ക് കടന്നു വരാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.